ഹായ് കൂട്ടുകാരെ, മഹാഭാരത കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശിശുപാലൻ്റെ ജന്മവൃത്താന്തത്തെ കുറിച്ചാണ്. ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനത് കുമാരന്മാരുടെ ശാപം മൂലം വൈകുണ്ഠലോകത്തിൻ്റെ ദ്വാരപാലകരായിരുന്ന ജയവിജയന്മാർക്ക് ശാപം കിട്ടി. അതിലെ ജയനായിരുന്നു ശിശുപാലനായി ജനിച്ചത്. ശാപം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ 3 ജന്മം മഹാവിഷ്ണുവിൻ്റെ ശത്രുവായി ജനിക്കട്ടെ, മഹാവിഷ്ണുവിനാൽ കൊല്ലപ്പെടട്ടെ, വധിക്കപ്പെടട്ടെ. ഇതായിരുന്നു ശാപം. ഛേദി രാജവംശത്തിലെ രാജാവായ ദമഘോഷൻ്റെയും സുതശുഭയുടെയും മകനായി ശിശുപാലൻ ജനിച്ചു. ജനിക്കുമ്പോൾ തന്നെ 3 കണ്ണുകൾ ഉണ്ടായിരുന്നു, 4 കൈകളും ഉണ്ടായിരുന്നു. കഴുതയുടെ ശബ്ദത്തിലാണ് കരഞ്ഞത്. ഇത് കണ്ട് രാജ്ഞി പേടിച്ചു. ഈ കുട്ടിയെ കളയണമെന്നവർ കരുതി രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ആകാശത്തു നിന്നും അശരീരി ഉണ്ടായി. അല്ലയോ രാജാവേ, ഈ കുട്ടിയെ നിങ്ങൾ കളയണ്ട, ഇവൻ രാജാവായിത്തീരും. അപ്പോൾ അമ്മയായ സുതശുഭ ഇങ്ങനെ ചോദിച്ചു: എങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണം? ആരാലാണ് ഈ കുട്ടി വധിക്കപ്പെടുക? ഈ കൈകളും ഈ കണ്ണുകളും സാധാരണ മനുഷ്യരെ പോലെയാവാൻ എന്താണ് പ്രതിവിധി? അപ്പോൾ വീണ്ടും അശരീരി ഉണ്ടായി. മടിയിൽ ആളുകൾ ഈ കുട്ടിയെ ഇരുത്തുമ്പോൾ, ആരുടെ മടിയിൽ ഇരുത്തുമ്പോഴാണോ ഈ കൈകൾ ഈ കണ്ണുകൾ അപ്രത്യക്ഷമാകുന്നത്, അധികമുള്ള കൈകളും കണ്ണും അപ്രത്യക്ഷമാകുന്നത്, അവരാൽ ഈ കുട്ടി വധിക്കപ്പെടും. ഇത് കേട്ട അമ്മയ്ക്ക് പേടിയായി. വരുന്ന രാജാക്കന്മാരുടെ ഒക്കെ മടിയിൽ ആ അമ്മ ഈ കുട്ടിയെ ഇരുത്തി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വന്നു. ഭഗവാന്റെ മടിയിൽ ഈ കുട്ടിയെ ഇരുത്തിയതും 2 കൈകളും മുറിഞ്ഞു വീണു, 3ാമത്തെ കണ്ണും അപ്രത്യക്ഷമായി. സുതശുഭയ്ക്ക് പേടിയായി. ഓ, കൃഷ്ണനാണ് എൻ്റെ മകനെ കൊല്ലാൻ പോകുന്നത്. അപ്പോൾ രാജ്ഞി കൃഷ്ണനോട് അപേക്ഷിച്ചു: ഭഗവാനെ, അങ്ങ് എൻ്റെ മകനെ കൊല്ലാതിരിക്കണമെങ്കിൽ എന്ത് പരിഹാരമാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇവൻ്റെ 100 തെറ്റുകൾ ക്ഷമിക്കാം. അതുവരെ ഞാൻ ഒന്നും ഇവനെ ചെയ്യുകയില്ല. 100 തെറ്റുകൾക്ക് അപ്പുറം ഇവൻ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ എന്നാൽ ഇവൻ വധിക്കപ്പെട്ടിരിക്കും. ശ്രീകൃഷ്ണനും ബലരാമനും തങ്ങളുടെ പിതൃ സഹോദരിയെ കാണാനായിരുന്നു അവിടെ വന്നത്. സുതശുഭ ശ്രീകൃഷ്ണൻ്റെ പിതൃ സഹോദരി ആയിരുന്നു. അങ്ങനെ സഭയിൽ വെച്ച് വളർന്ന് രാജാവായ ശിശുപാലൻ യാഗം നടത്തുന്ന സ്ഥലത്തു വെച്ച് കൃഷ്ണനെ വെല്ലുവിളിക്കുകയാണ്, ഭീഷ്മരെ വെല്ലുവിളിക്കുകയാണ്, പാണ്ഡവരെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയാണ്. ഭീഷ്മന്റെ കൈകളെല്ലാം തരിച്ചു കയറുകയാണ്. ഭീമന്റെ കയ്യിൽ കിട്ടിയാൽ ശിശുപാലന്റെ കഥ അപ്പോൾ തന്നെ കഴിയും. പക്ഷെ അവൻ മരിക്കില്ലല്ലോ. അങ്ങനെയാണല്ലോ അശരീരി. അത് ഭീഷ്മർക്കറിയാം, ശ്രീകൃഷ്ണനും അറിയാം. ദേഷ്യം കയറിയ ശിശുപാലൻ ശ്രീകൃഷ്ണനെ വെല്ലുവിളിക്കുകയാണ്: നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്നോട് യുദ്ധം ചെയ്യേ. നീ എന്താണ് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? അവിടെ തൻ്റെ അപ്പച്ചിക്ക് വാക്കു കൊടുത്തിരുന്നു, മകനെ 100 തെറ്റുകൾ ചെയ്യും വരെ വധിക്കില്ലെന്ന്. അങ്ങനെ ഭഗവാനെ പറയുന്ന എല്ലാ തെറിവിളികളും കേട്ടുകൊണ്ട് അവിടെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് ഉണ്ടായത്. പിന്നെയും കലിമൂത്ത ശിശുപാലൻ 100 തെറ്റുകളും ചെയ്ത ശേഷം വീണ്ടും തെറ്റുകൾ ചെയ്തു കൂട്ടാൻ തുടങ്ങി. കംസന്റെ മാടുമേപ്പുകാരനല്ലേ നീ എന്ന് പറഞ്ഞ് ഭഗവാനെ സഭയിലിട്ട് ആക്ഷേപിച്ചു. കുറേ യാദവരെ കൊന്നൊടുക്കി, കുറേ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി, മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, സ്ത്രീകളെ ഉപദ്രവിച്ചു. ഇതെല്ലാം ഭഗവാൻ ക്ഷമിച്ചു. ബഭ്രു മഹർഷിയുടെ പത്നിയെ ശിശുപാലൻ കാമാവേശത്തോടെ തട്ടിക്കൊണ്ടുപോയി. മാതുലപുത്രിയായ ഭദ്രയെ വേഷം മാറി വന്ന് തട്ടിക്കൊണ്ടുപോയി ശിശുപാലൻ. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ അവൻ ചെയ്തു കൂട്ടി. ഭഗവാനെല്ലാം ക്ഷമിച്ചു. 100 തെറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ എഴുന്നേറ്റത്. ഭഗവാൻ എഴുന്നേറ്റതും കയ്യിൽ
ചക്രം കത്തിജ്വലിച്ചു. സുദർശന ചക്രം. ഭഗവാൻ അത് ശിശുപാലൻ്റെ നേർക്ക് വിട്ടു. ശിശുപാലൻ്റെ കഴുത്തറുത്തുകൊണ്ട് ചക്രം പാഞ്ഞുപോയി. അവൻ്റെ ഉടലിൽ നിന്നും തല വേർപെട്ട് അവൻ അവിടെ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. ജയന് കിട്ടിയ ശാപമായിരുന്നു അത്. അങ്ങനെ ആ ഉടലിൽ നിന്നും ജയന് ശാപമോക്ഷം കിട്ടി. ജയൻ ഭഗവാനിൽ ലയിച്ചു ചേരുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു നിന്നു. അങ്ങനെ ശിശുപാലൻ്റെ വധവും കഴിഞ്ഞതോടെ പിന്നെ യാഗം നടത്താൻ ഒരു തടസ്സവും അനുഭവപ്പെട്ടില്ല. യാഗം ഭംഗിയായി തന്നെ നടന്നു. അതിനുശേഷം ശിശുപാലൻ്റെ മകനെ ചേതി രാജവംശത്തിൻ്റെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിയത്. യാഗത്തിനു ശേഷം യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. രാജ്യം മുഴുവൻ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു, ശ്രീകൃഷ്ണനെ വാഴ്ത്തിപ്പാടി. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ പറയുന്നതും കേൾക്കുന്നതും അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും പുണ്യമത്രേ.